വിശദമായ വാർത്തകളിലേക്ക്. അധ്യാപകർക്ക് പാദപൂജ ചെയ്യുന്നതിനെ അവഹേളിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഹിന്ദുവിരുദ്ധ മനോഭാവം മൂലമെന്ന ആരോപണം. അധ്യാപകർക്ക് ശവമഞ്ചവും വിദ്യാർത്ഥികൾക്കിടയിൽ അരാജകത്വവും വളർത്തുന്ന SFI മാതൃക പിന്തുടരണമോ എന്നും ചോദ്യം. ഹൈന്ദവ പാരമ്പര്യത്തിലൂന്നിയ ഗുരുസങ്കല്പത്തെ ഇകഴ്ത്തുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പിക്കാനാണെന്നും വിമർശനമുണ്ട്. വേദവ്യാസ മഹർഷിയുടെ ജന്മദിനത്തിൽ ഗുരുകാരുണ്യത്തിനും ജ്ഞാനസാഫല്യത്തിനുമായി ഗുരുപരമ്പരയെ സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് ഗുരുപൂർണിമ. ജൈന ബുദ്ധമത വിശ്വാസികളും പവിത്രമായി കാണുന്ന ഗുരുപൂർണിമ ആഘോഷത്തെയാണ് SFIയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇടത് നേതാക്കളും തുടർച്ചയായി അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത്. CPMന്റെയും പോഷക സംഘടനകളുടെയും സ്ഥിരം ഹിന്ദുവിരുദ്ധ മനോഭാവമാണ് ഗുരുക്കന്മാർക്ക് പാദപൂജ ചെയ്യുന്നതിനെ അവഹേളിക്കുന്നതിന് പിന്നിലെന്നാണ് വിമർശനം. തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത അധ്യാപകരെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന SFI പാരമ്പര്യമാണോ കുട്ടികൾ പിന്തുടരേണ്ടതെന്നും നവമാധ്യമങ്ങളിൽ ചോദ്യങ്ങളുയരുന്നു. വിക്ടോറിയ കോളേജിൽ അധ്യാപികയ്ക്ക് ശവമഞ്ചമൊരുക്കിയതും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ കസേര SFIക്കാർ നടുറോഡിലിട്ട് കത്തിച്ചതുമെല്ലാം ചേർത്ത് നിർത്തിയാണ് ചോദ്യങ്ങൾ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ടതടക്കമുള്ള റാഗിംഗ് വിഷയങ്ങളും ക്യാമ്പസുകളിൽ SFI നേതാക്കൾ ലഹരി വിൽപ്പന നടത്തിയതും ഹിന്ദുദൈവങ്ങളെയും ബിംബങ്ങളെയും തുടർച്ചയായി അവഹേളിക്കുന്നതുമെല്ലാം എല്ലാ കുട്ടികളും അനുകരിക്കണമോ എന്നും ചോദ്യങ്ങളുയരുന്നു. ഭാരതാംബയുടെ ചിത്രത്തെ സാരിയുടുത്ത വനിതയെന്നാണ് ഇടത് നേതാക്കൾ അധിക്ഷേപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഗുരുപൂജാ സങ്കല്പത്തെയും അവഹേളിക്കുന്നത്. തീവ്ര ഇസ്ലാമിക് വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും നവമാധ്യമങ്ങളിൽ വിമർശനമുണ്ട്. ഭാരതീയ സാംസ്കാരിക ബിംബങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേതൃത്വം നൽകുന്നതായി ആരോപിച്ച് അഖില ഭാരതീയ രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘ് അടക്കമുള്ള ദേശീയ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.